ഹായ്, എൻ്റെ പേര് ജിതിൻ മാത്യു. ഞാൻ ന്യൂസിലാൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ഇലക്ഷനാണ്. കഴിഞ്ഞ 5 വർഷത്തെ UDFിൻ്റെ വളരെ ഇറസ്പോൺസിബിളായ ഒരു ഭരണവും ഒരു കമ്മിറ്റ്മെൻറ്റ്സും ജനങ്ങളോടില്ലാത്തതും, അതുപോലെ തന്നെ ഒരു തോന്നിയവാസം കാണിച്ചൊരു ഭരണമായിരുന്നു കഴിഞ്ഞ 5 വർഷം നമ്മുടെ നാട്ടിൽ നടന്നത്. ഇതിനെതിരായും അതുപോലെ BJP മുന്നോട്ട് വയ്ക്കുന്ന തീവ്രമായ വർഗീയതയും അതുപോലെ വിലക്കയറ്റവും പിന്നെ ആരെന്ത് ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്ന ഒരവസ്ഥയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതിനെതിരായി നമുക്ക് കിട്ടിയൊരു സുവർണാവസരമാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പ്രവാസിയായിട്ട് 6-7 വർഷമായി. ഒരു 2-3 വർഷം ഗൾഫ് നാടുകളിലും അതുപോലെ തന്നെ ന്യൂസിലാൻഡിൽ ഇപ്പം 2-3 വർഷമായിട്ട് ന്യൂസിലാൻഡിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു വിലക്കയറ്റത്തിൻ്റെ ഒരു തീഷ്ണത. അതായത് ഈ നമ്മൾ നാട്ടിൽ ഓരോ പ്രാവശ്യം വെക്കേഷൻ പോകുമ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും വില കൂടി കൊടുക്കുന്ന സാധനങ്ങൾക്ക് അത് നമ്മൾ അയക്കണ പൈസ ഒന്നിനും തികയാൻ പറ്റാത്തൊരവസ്ഥ വിലക്കയറ്റം കാരണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു കുറഞ്ഞ ഒരു 5-6 വർഷമായിട്ട്. അപ്പോൾ ഇതിനെതിരെ നമുക്കൊരു ശക്തമായ ഒരു പ്രതിഷേധം ഈ ഇലക്ഷനിലൂടെ ജനങ്ങൾക്ക് കിട്ടിയൊരു പ്രതിഷേധം നടത്താൻ ജനങ്ങൾക്ക് കിട്ടിയ സുവർണാവസരമാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ. അതിൽ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ പ്രൈസിൻ്റെ കാര്യങ്ങൾ ഇത് വന്ന് ലോകത്തെ ഏറ്റവും വില കുറഞ്ഞ ബാരലിന് $27 വരെ വന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളുടെ ഇടയിൽ. എന്നിട്ട് നമ്മുടെ നാട്ടിൽ എന്താ സംഭവിച്ചു? ഒന്നിനും വില കുറഞ്ഞില്ല, വില കൂടുകയാണെങ്കിൽ. ഇവിടെ ന്യൂസിലാൻഡിലൊരു കാര്യം എടുക്കുക, ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ പെട്രോളിന് റേറ്റ് കൂടിയാലും കുറഞ്ഞാലൊന്നും ജനങ്ങളത് അത്ര വലിയ കെയർ ചെയ്യാത്തൊരു അവസ്ഥയാണ്. ഇവിടുത്തെ ഗവൺമെൻറ് പോലും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പെട്രോളിന് റേറ്റ് കുറഞ്ഞതനുസരിച്ച് ഇവിടെ റേറ്റ് കുറയുന്നുണ്ട്. അതുപോലെ റേറ്റ് കൂടുമ്പോൾ എല്ലാ റേറ്റ് കൂടാറുണ്ട്. നമ്മുടെ നാട്ടിൽ റേറ്റ് കുറഞ്ഞാലും കൂടിയാലും മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് നമുക്ക് കിട്ടിയൊരു സുവർണാവസരമാണ്. അതുകൊണ്ടാണ് സ്വരാജേട്ടനെ പോലെ തൃപ്പൂണിത്തുറ മത്സരിക്കുന്ന സ്വരാജേട്ടനെ പോലെയുള്ള കാൻഡിഡേറ്റ്സ് യുവത്വത്തിൻ്റെ പ്രതീക്ഷയായ കാൻഡിഡേറ്റ്സ് ജയിച്ചു വരേണ്ടത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ LDFിൻ്റെ എല്ലാ കാൻഡിഡേറ്റ്സും വളരെ ശക്തിയും വളരെ ശക്തമായ കാൻഡിഡേറ്റ്സാണ്. നമുക്ക് നല്ല പ്രതീക്ഷയുള്ള കാൻഡിഡേറ്റ്സാണ് ഈ പ്രാവശ്യത്തെ LDFിൻ്റെ എല്ലാ കാൻഡിഡേറ്റ്സും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നല്ല അതായത് സഖാ പിണറായിനെ പോലുള്ള ധീരനും നല്ല ഫോക്കസുള്ളൊരു ദൃഢനിശ്ചയമുള്ള നേതാവുണ്ട്. അതായത് VSനെ പോലെ വലിയ എക്സ്പീരിയൻസുള്ള നേതാക്കന്മാരുണ്ട്. സ്വരാജേട്ടനെ പോലെ പ്രതീക്ഷയുള്ള യുവത്വത്തിന് പ്രതീക്ഷയുള്ള നല്ല നാളേക്ക് പ്രതീക്ഷയുള്ള ആളുകളുണ്ട് നമുക്ക്. അപ്പോൾ ഇവരൊക്കെ ജയിച്ചു വരണമെങ്കിൽ എല്ലാവരും വോട്ട് നമ്മുടെ LDFന് കൊടുക്കണം. അപ്പോൾ LDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കണം. ചെറിയ ഭൂരിപക്ഷമല്ല നമുക്ക് വേണ്ടി, വലിയ ഭൂരിപക്ഷത്തിലേക്ക് തൃപ്പൂണിത്തുറയുള്ള എല്ലാവരും സഖാ സ്വരാജിന് വോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും വോട്ട് ചെയ്ത് നമ്മൾ ജയിപ്പിക്കേണ്ട നമുക്ക് കിട്ടിയൊരു സുവർണാവസരമാണ്. അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നാട്ടിലുള്ള എല്ലാവരും LDFിന് കാൻഡിഡേറ്റ്സിനെ ജയിപ്പിച്ച് നമുക്ക് നല്ല നാളെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് LDF ഭരണത്തിൽ വരണം. അതുകൊണ്ട് എല്ലാവരും LDFിന് വോട്ട് ചെയ്യുക. ലാൽ സലാം.